സാർ, എന്തായാലും ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്താത്തതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതുമാണ്. ആഭ്യന്തരമന്ത്രി സഭയിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിനുള്ള പ്രതിപക്ഷ വികാരം അമിത്ഷായെ അറിയിക്കണമെന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകിയെങ്കിലും അദ്ദേഹം പറയുന്നത് അത് നിർദ്ദേശമല്ല, ഒരു നിരീക്ഷണം നടത്തിയതാണ് എന്നാണ്. എന്തെങ്കിലും ആകട്ടെ, എങ്കിലും അമിത്ഷാ പിന്നീട് സഭയിൽ വന്നിട്ടേയില്ല. ഇന്നലെ വരാം എന്ന് പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷം സമ്മതിച്ചതുമില്ല. സമ്മേളനത്തിൻ്റെ അവസാന ദിനമായ ഇന്നാണെങ്കിൽ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും എല്ലാവരും സഭയിലെത്തി. എന്നാൽ ഒരക്ഷരം പോലും ഇവർ സഭയിൽ പറയാതെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയും പ്രസ്താവനകൾ നടത്താതെയുമാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. ഈ സഭാ സമ്മേളനം ഇങ്ങനെയാകണമെന്ന് സർക്കാർ ശരിക്കും ആഗ്രഹിച്ചിരുന്നതാണോ? 12 വർഷ കാലയളവിലെ മോദി ഭരണത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇത് അമിത്ഷാ രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം കടുപ്പിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഈ അയോധ്യക്കുള്ള സഭയിൽ വരരുത്, അത് ചർച്ചയായാൽ ഉത്തർപ്രദേശിൽ വലിയ അടിയാകും, മോദിക്ക് പോലും ക്ഷീണമാകും എന്ന് സർക്കാരിന് നന്നായിട്ടറിയാം. അത് ഭയന്നുകൊണ്ടാണോ പാർലമെൻറ്റ് ഈ രീതിയിൽ തുടർച്ചയായി സ്തംഭിച്ചത്? ചിലതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ, ചിലതൊക്കെ പൊങ്ങി വരാതിരിക്കാൻ, മറ്റ് ചിലത് എടുത്തിടുക, അല്ലെങ്കിൽ ചെറിയ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ചെറിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് വലിയ നഷ്ടത്തെ ഒന്ന് പരിമിതപ്പെടുത്തിയെടുക്കുക, ഇതൊരു തന്ത്രമാണ്. ഈ തന്ത്രമാണോ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതാണ് അന്വേഷണം. ഈ എപ്പിസോഡിൽ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കാവുന്നത് അതാണ്, ഒരു തന്ത്രമാണ്. ഷാർപ്പ് തന്ത്രങ്ങൾ. അത് BJP ഇപ്പോൾ പയറ്റുന്ന തന്ത്രം ഒരുപക്ഷെ വിശകലനം ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഇതുവരെ ശീലമില്ലാത്ത ഒരു കാര്യമാണ്. ഭയം അശേഷം ഇല്ലായിരുന്നു അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇതുവരെ. 12 വർഷത്തെ മോദി കാലഘട്ടം 2014 തുടങ്ങി 2026 മധ്യം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇതുവരെ സമ്മർദ്ദം ലെവലേശം അനുഭവിച്ചിട്ടില്ല. കാരണം പാർലമെൻറ്റിൽ കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നു കഴിഞ്ഞ 2 പാർലമെൻറ്റിലും. ഇപ്പോൾ ഇതാ ഒറ്റയ്ക്കില്ല എങ്കിലും ഘടകകക്ഷികളുടെ സഹായത്തോടുകൂടി വ്യക്തമായ പാർലമെൻ്ററി മേൽക്കൈയുണ്ട്. അത് മാത്രമല്ല പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ചിതറി നിൽക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ലേശം അപ്രതീക്ഷിതമായ ഈ വിജയം ഉണ്ടായി 2 പ്രധാന സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും. അത് അപ്രതീക്ഷിതമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതം ആയിരുന്നു. പക്ഷേ അതിൽ നിന്നും റിവൈവ് ചെയ്ത് വരാൻ കൂടുതൽ കരുത്താർജിക്കാൻ ഇന്ത്യ മുന്നണി കഴിഞ്ഞില്ല. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് പറയാം, വേണമെങ്കിൽ ഭംഗ്യാന്തരയുടെ പറയാം, ഈ വോട്ട് ചോരി എന്ന് പറയാം. രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്ക് പറയാം വോട്ട് ചോരിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM-ൽ ക്രമക്കേടുകൾ കാണിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രൽ റോളിൽ വലിയ ക്രമവിരുദ്ധമായ പേരുകൾ ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് SIR ദുരുപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ബംഗാളിൽ ഉൾപ്പെടെ ഈ വിജയമുണ്ടായത് എന്നൊക്കെ പറയാം. പക്ഷേ അതവിടെ നിൽക്കട്ടെ, അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളല്ലേ. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും പിടിമുറുക്കിയ സമയത്ത്, എല്ലാം അനുകൂലം എന്ന് കരുതുന്ന സമയത്താണ് 18ാം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്നത്. പ്രതീക്ഷയോടുകൂടി 20-ാം തീയതി, ജൂലൈ 20-ാം തീയതി ഇപ്പോൾ അവസാനിച്ചു. വർഷകാല സമ്മേളനം അവസാനിച്ചു. ഈ സമയത്ത് ഇത്രയും ദിവസം BJP എന്തെല്ലാം മനക്കോട്ടകളാണ് കിട്ടിയത്. ഈ സമ്മേളന സമയത്ത് പാർലമെൻറ്റിലെ 2/3 ഭാഗം അംഗങ്ങളുടെ പിന്തുണയോടുകൂടി നിർണായകമായ ചില നിയമനിർമ്മാണങ്ങൾ നടത്താം. BJPയുടെ ഭരണം ആത്യന്തികമായി എക്കാലത്തേക്കും ഉറപ്പിക്കുന്നതിന് ഭാഗമായി മണ്ഡലങ്ങളുടെ പുനർനിർണയം അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്താം. അതിൽ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൊണ്ട് 50% സീറ്റുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും അക്രോസ് ദ ഫ്രോണ്ടിയർ, വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ളതിൻ്റെ 50% സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് പ്രാധാന്യമുള്ള, ജയിച്ചു വരാൻ സാധ്യതയുള്ള വടക്കേ ഇന്ത്യൻ, പടിഞ്ഞാറേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നമ്പേഴ്സ് കിട്ടത്തക്ക രീതിയിൽ പ്രപ്പോർഷനേറ്റ് ആണ് എങ്കിൽ പോലും ആകെ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ വലിയ മേൽക്കൈ ഉണ്ടാകുമല്ലോ ഒരു തരംഗമൊക്കെ ഉണ്ടായാൽ. അങ്ങനെയെങ്കിൽ മധുര കിനാവുകൾ കണ്ടു നിൽക്കുകയാണെന്ന് മാത്രമല്ല, 3-2 ഒപ്പിച്ചെടുക്കാൻ
വേണ്ടി വന്നാൽ DMKയുടെ കൂടെ പിന്തുണ ലഭിക്കും. ആ രീതിയിൽ ചർച്ചകൾ നടന്നു. 22 MP-മാരാണുള്ളത്. തൃണമൂൽ കോൺഗ്രസിലെ 20 MP-മാർ വേറിട്ട് നിൽക്കുന്നു, മമതയോട് എതിർത്ത് നിൽക്കുന്നു. അവരുടെ പിന്തുണ പ്രതീക്ഷിക്കാം. ശിവസേനയിലെ 7 പേർ, NCPയിലെ 9 പേർ എന്ന് വേണ്ട ഇതെല്ലാം കണക്ക് കൂട്ടി മിഷൻ 360 360 വോട്ടുകളാണ് വേണ്ടത് 3-2 ഭൂരിപക്ഷത്തിന്. ഇതെല്ലാം ഏതാണ്ട് ഉറപ്പിച്ചു വെച്ച് അജയ്യരെന്ന് തോന്നുന്ന രീതിയിൽ മാർച്ച് ചെയ്ത് പാർലമെന്റിലേക്ക് വരികയാണ്. അപ്പോഴാണ് തെരുവിൽ നിന്ന് CJP ഉയർത്തിവിട്ട പ്രക്ഷോഭത്തിൻ്റെ അലയൊലികൾ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസും രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് സഭയ്ക്കുള്ളിലേക്ക് വരികയും വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന ബലപ്രയോഗം, വെടിവെപ്പിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിൽ കലാശിക്കുകയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ ഹാജരാകണമെന്ന് പ്രതിപക്ഷം ശഠിച്ചുകൊണ്ട് 18 ദിവസത്തെ സമ്മേളനത്തിൽ എല്ലാ ദിവസവും തന്നെ പ്രക്ഷുബ്ധതയിൽ ആഴ്ത്തിക്കളഞ്ഞില്ലേ. ഇവിടെ ഒന്ന് പതറി, ഗവൺമെൻറ് വല്ലാതെ പതറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതുവരെ ഒരു പതർച്ചയും മറ്റെന്തെല്ലാം പ്രക്ഷോഭങ്ങൾ നടന്നു, ഗവൺമെൻറ് ഇതുവരെ പതറിയില്ല എന്ന് നിശ്ചയമായും പറയാം. ഒരു ലേശം അഹങ്കാരത്തോടുകൂടി, ലേശം ഗർവോടുകൂടി, വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടി എല്ലാമാണ് ഗവൺമെൻറ് പ്രതിപക്ഷങ്ങളുടെ നിലപാട്. കർഷക സമരം വന്നു, ചെറിയ വിട്ടുവീഴ്ച ചെയ്തു, ഫാം ബില്ല് വേണ്ട എന്ന് വെച്ചു, ശരിയാണ്. അത് എങ്കിലും ഗവൺമെൻറ് മുട്ടുമടക്കിയില്ല, ഒരു മന്ത്രിയെയും കുരുതി കൊടുത്തില്ല. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉൾപ്പെടെ എഴുതി വാങ്ങിക്കാൻ പ്രതിപക്ഷത്തിനും CJPക്കും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാർലമെന്റ് സമ്മേളനം BJPയെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണ്. പക്ഷെ ഇതിനുള്ളിൽ ലാഭമുണ്ടാക്കാൻ ഒരു ശ്രമം നടന്നുവോ? ഇതാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ ആലോചിക്കുന്നത്. ഉണ്ട്. ഇതിനേക്കാൾ വലിയ ഒന്ന് വരാനിരിപ്പുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയാണ്. അത് ഏറ്റവും അധികം അലയൊലിക്കേണ്ട പാർലമെൻറ്റ് സമ്മേളനം ഇതായിരുന്നു. കാരണം നമുക്ക് നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒരു വലിയ ഒരു മാസ് ഹിസ്റ്റീരിയയുടെ പ്രോഡക്റ്റാണ്. എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം ഒരു അച്ചുതണ്ടാണ്. ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ, ഹൈന്ദവ വിഭാഗങ്ങളെ ജാതിക്ക് അതീതമായി ഒന്നിപ്പിക്കുന്ന ഒരു സ്പിരിറ്റാണ് ദേശീയത. ആ ദേശീയതയ്ക്കൊരു കൾച്ചറൽ മുഖം, മതത്തിൻ്റെ അല്ലെങ്കിൽ മതപരമായ സംസ്കാരത്തിൻ്റെ, ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുക എന്ന ഹൈന്ദവ ഇച്ഛ, അത് ഒരുപാട് ഹിന്ദുക്കൾ പരമ്പരാഗതമായി ഹൈന്ദവ വിശ്വാസത്തിലുണ്ടായിരുന്ന, അതായത് ആര്യൻ വേദിക് ട്രഡീഷൻസൊക്കെ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഈ കൃഷ്ണാരാധനയും രാമാരാധനയൊക്കെ ഉണ്ടായിരുന്ന ഇടമാണ് ഭാരതം. ദക്ഷിണേന്ത്യയിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നു. നമ്പൂതിരിമാരൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ കൃഷ്ണാരാധനയും രാമജപവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ലോക്കൽ ഡയറ്റീസ് എന്ന നിലയിൽ അപ്പോൾ കട്ടിങ് അക്രോസ് കാസ്റ്റ് ഇതൊരു വലിയൊരു സാധ്യതയാണ്. ഇപ്പോൾ ഒരു ബ്രാഹ്മണിക്കൽ അപ്പർ കാസ്റ്റ് റെറ്ററിക്കിൻ്റെ പ്രോഡക്റ്റാണ് BJP എന്നാണ് പലരും പറയുന്നത്. പക്ഷേ BJP രൂപാന്തരം വന്നിരിക്കുന്നു. ഇന്നത്തെ BJP എന്ന് പറയുന്നത് OBC, നരേന്ദ്രമോദി എന്ന OBC-കാരനായ മോദുഗഞ്ച് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി, വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് വരുന്ന, ചായ വിറ്റ് നടന്ന നരേന്ദ്രമോദി, അതാണ് നറേറ്റീവ്സ്. നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ എന്ത് തന്നെ ആയിരുന്നാലും ശരി, നറേറ്റീവ് അങ്ങനെയാണ് പോയത്. അങ്ങനെയെങ്കിൽ ഇവിടെ രാമക്ഷേത്രം എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നു. ഇവിടെ രക്ഷാപുരുഷ സ്ഥാനത്ത് അത് വലിയ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും അതിനുശേഷമുള്ള ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥത്തിലെ ഉദ്ഘാടന സമയത്തുമെല്ലാം മുന്നിൽ നിന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ചമ്പത് റായും കൂട്ടരും, അതായത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും RSSൻ്റെയും നോമിനീസ് അടങ്ങുന്ന രാമജന്മഭൂമി ട്രസ്റ്റ്, അതിൻ്റെ നടപടികൾ സുതാര്യമല്ല എന്നും അവിടെ ലഭിച്ച രാമക്ഷേത്ര നിർമ്മാണത്തിന് ലഭിച്ച സംഭാവനകളാകട്ടെ ദൈനംദിനം കാണിക്കായി അർപ്പിച്ച കാര്യങ്ങളായിട്ട് ഈ നേർച്ച കാഴ്ചകൾ അടിച്ചു മാറ്റി എന്ന് വ്യക്തമായ തെളിവോടുകൂടി പുറത്തു വരുമ്പോൾ ഇനിയിപ്പോൾ എന്തു പറയും? BJP എന്തു പറയും? അപ്പോൾ ഇതൊക്കെ ധനാഗമ മാർഗം. രാമക്ഷേത്രം ഒരു സാംസ്കാരിക സംരക്ഷണം, ഒരു ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയുടെ, ഹൈന്ദവ ഐഡൻറ്റിറ്റിയുടെ എക്സ്പ്രഷൻ എന്നതൊക്കെ പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ധനാഗമ മാർഗമായിരുന്നു പലർക്കും, നേതാക്കളിൽ പലർക്കും, അവരുടെ ചിങ്കിടികൾക്ക് ഇതൊരു ധനാഗമ മാർഗമായിരുന്നു. ഇത് തടയാൻ ഉത്തർപ്രദേശിലും യോഗി ആദിത്യനാഥിനും ഒന്നും റോളൊന്നുമില്ല. അവർക്കൊന്നും അവരെ ഏഴായാലും തടുപ്പിച്ചില്ലല്ലോ.
ഇത് കേന്ദ്ര സർക്കാർ നയിക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊക്കെ നേരിട്ട് നിയന്ത്രണമുള്ള, അല്ലെങ്കിൽ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് നിയന്ത്രിക്കുന്ന, അല്ലെ സംസ്ഥാന സർക്കാരിനല്ല അതിന് നിയന്ത്രണം എന്ന് ഓർക്കണം. ഈ ട്രസ്റ്റിന് നിയന്ത്രണം ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിനല്ല. അങ്ങനെയെങ്കിൽ മറുപടി പറയേണ്ടത് കേന്ദ്രം തന്നെയാണ്. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ മൗനം ഭഞ്ജിക്കേണ്ടതാണ്. ഇതാണ് പ്രതിപക്ഷം ആത്യന്തികമായി ആഗ്രഹിച്ചത്. കാരണം നീറ്റ് വിഷയം വരും പോകും, ഒരു പരീക്ഷാ ക്രമക്കേടാണ്. ഒരുപാട് പേരുടെ ജീവിതം, ഭാവി, സ്വപ്നങ്ങൾ എല്ലാം തന്നെ കരുതലിൽ വീണു. ശരിയാണ്, ഒരു തലമുറയുടെ മുഴുവൻ ശാപം വിളിച്ചു വരുത്തി, അതും ശരിയാണ്. പക്ഷേ അതിനേക്കാൾ അച്ചുതണ്ട് ശക്തിയായി പ്രവർത്തിച്ചിരുന്നത് രാമക്ഷേത്ര നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട സുതാര്യതയുമാണ്. അതായിരുന്നു വിശ്വാസ്യത. അഴിമതിയുടെ കറ പുരളാത്ത മോദി അഡ്മിനിസ്ട്രേഷൻ, മോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രിക്കെതിരെയോ ഇപ്പോൾ അഴിമതി ആരോപണങ്ങൾ പോലുമില്ല. അങ്ങനെ ഒരു അജയ്യതയുടെ പരിവേഷം ഉള്ളപ്പോൾ ലേശം അഹങ്കാരമാകാം. പക്ഷെ ഇവിടെ ആകമാനം അഴിമതിയാണ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പിന്നാമ്പുറ കഥകൾ തേടി പോകുമ്പോൾ പല many skeletons will tumble out of the cupboards. ഇത് നന്നായി അറിയാം കേന്ദ്ര സർക്കാരിന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭാവന കൊള്ള ഇത് പോയ വഴികളൊക്കെ ആലോചിച്ച് വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിച്ഛായ നഷ്ടമുണ്ടാകും. അത് പാർലമെൻറ്റിൽ ഒരു രീതിയിലും സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെറിയ ഒരു കുരുതി അങ്ങോട്ട് കൊടുക്കുക. അമിത്ഷാ വരണം, പ്രസ്താവന നടത്തണം എന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് പ്രതിപക്ഷം നിരന്തരം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. അതോടൊപ്പം പറയുന്നുണ്ട് രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവന കൊള്ളയും അതേക്കുറിച്ചും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യം അമിത്ഷായ്ക്കെതിരെയുള്ള നീക്കത്തിൽ രണ്ടാമത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മുങ്ങിപ്പോകുമെന്ന് അറിയാനുള്ള ബോധം BJPക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ അനുവദിച്ചു കൊടുത്തതാണ്. ഇതൊരു വലിയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ സമ്മേളനം ഇതെല്ലാം എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥ കൈവിട്ടു പോയെന്ന് ആദ്യം തന്നെ മനസ്സിലായി. ആത്മവിശ്വാസം വല്ലാതെ കുറഞ്ഞു. പക്ഷേ സാൽവേജിങ് ദ പ്രൈഡ്, ചില കാര്യങ്ങൾ എഴുതി തള്ളുക, അമിത്ഷാ ലേശം പിന്നോട്ട് വരിക, മയപ്പെടുത്തുക, ശരീരഭാഷ ക്രമീകരിക്കുക, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുക. അമിത്ഷാ പാർലമെൻറ്റിൽ വരാമെന്ന് സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. മുൻപൊക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കത് പറയാം, വരണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും എന്നല്ലേ അമിത്ഷാ പറയൂ. പക്ഷെ അവസാനം തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ BJP സക്സസ്ഫുള്ളായി പ്രതിരോധിച്ചു നിന്നു. എന്താണ്? രാമക്ഷേത്രം വൻ ചർച്ചയാകുന്നതിന്. ഇത് പാർലമെൻറ്റിനുള്ളിൽ, ഇനി പാർലമെൻറ്റ് പുറത്ത്. ഇനിയിപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്നു. ഇനി നാളെ മുതൽ എന്താണ് സംഭവിക്കുന്നത്? പാർലമെൻറ്റിന് പുറത്തേക്ക് രണ്ട് കാര്യങ്ങളെത്തും. അതിലൊന്ന് അമിത്ഷായുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യം കൂടുതൽ ദൃഢമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പൊളിറ്റിക്കൽ ഓവർച്യൂഴ്സ് ഉള്ളതാണ്. മോദിക്ക് ശേഷം ഈ ചോദ്യത്തിൽ രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിൽ ദീർഘകാലമായി മുഖ്യമന്ത്രി പദത്തിലുള്ള യോഗി ആദിത്യനാഥ്. രണ്ട് ശ്രീ അമിത്ഷാ. മൂന്നാമതൊരു പേര് ഇപ്പോഴത്തെ നിലയിൽ കാര്യമായി കേൾക്കാനില്ല. ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായ ഉള്ളത് അമിത്ഷായ്ക്കാണ്. ഒരു ഗുജറാത്ത് പ്രതിച്ഛായ ആയിരുന്നല്ലോ മുൻപ് മോദിക്കും ഷായ്ക്കുമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ, ഒരിക്കലും അടിപതറാത്തൊരു മനുഷ്യൻ എന്ന നിലയിൽ, ധൈര്യശാലി എന്ന നിലയിൽ, 56 ഇഞ്ച് ചെസ്റ്റുള്ള മോദിക്ക് പിന്നിൽ നെഞ്ചളവിൽ ഏതാണ്ട് അത്ര തന്നെയുള്ള വലിയ ധൈര്യശാലിയായ ഒരാൾ, അദ്ദേഹം മാളത്തിൽ ഒളിക്കുന്നു എന്ന പ്രതീതി സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് ചിലർ ഊറിച്ചിരിക്കുന്നുണ്ടാവാം. യോഗി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാതുകളിൽ ഇത് സംഗീതമായി അലയടിക്കും. അതുകൊണ്ടാണ് പറയുന്നത് BJPക്കുള്ളിൽ ചില പുനർവിചിന്തനങ്ങൾ നടത്തും. ഇമേജിൻ്റെ വിഷയമാണ്. അമിത്ഷായുടെ ഇമേജ് വലിയ തോതിൽ ചിലർക്ക് അമിത്ഷായെ വാഴ്ത്തുന്നു. കാരണം മാറി നിൽക്കുന്ന, ധൈര്യമായി മാറി നിൽക്കുന്നു. ഇനി ഒരു വരവ്, ഒരു 1.5 വരവായിരിക്കും അമിത്ഷായുടെ വരവ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ എന്തു വന്നാലും ഈ പോരാട്ടം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പാർലമെൻറ്റിനുള്ളിലുള്ള ശക്തി ഒരുപക്ഷെ ഇപ്പോഴത്തെ നിലയിൽ ഭരണപക്ഷത്തിന് പുറത്ത് കാട്ടാനാവില്ല. എന്തുകൊണ്ടാണ്? പിണങ്ങിയിരിക്കുന്നത് ജെൻസിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിലൂടെ, ഇൻസ്റ്റഗ്രാം സന്ദേശത്തിലൂടെ യുവജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമം നടത്തി എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? വലിയ രീതിയിലുള്ള മാറ്റം മറിച്ചിലുകൾ മനോഭാവത്തിൽ വരാം.
ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവനകളെ യുവജനത എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ മീറ്റിങ്ങുകൾക്ക് ഈ ചെറുപ്പക്കാരുടെ എണ്ണം കൂടി. കഴിഞ്ഞ ദിവസമൊക്കെ ഉത്തർപ്രദേശിൽ നടന്ന മീറ്റിങ്ങുകളിൽ കൂടുതൽ ജനപങ്കാളിത്തം, ചെറുപ്പക്കാരുടെ പങ്കാളിത്തം ഉണ്ടായി. ആ പപ്പു ഇമേജിൽ നിന്നും രാഹുൽ ഗാന്ധി മോചനം നേടി മുന്നോട്ട് വരുന്നു എന്നതാണ് ചിത്രം. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. നന്ദി, നമസ്കാരം.